മോർണിംഗ്. വെൽക്കം ടു ബിസ്പോൾ ലേണിംഗ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെഷൻ എന്ന് പറയുന്നത് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് രണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തായിരുന്നു, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് നമ്മൾ കണ്ടത്. അതായത് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ദ ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ നമ്മൾ ഒരു ഫാക്ടർ മാത്രമായിട്ടാണ് വേരിയിങ് ആയിട്ട് വെക്കുന്നത്. ബാക്കിയുള്ള ഫാക്ടർ ഫിക്സഡ് ആയിട്ടാണ് വെക്കുന്നത്. ഒരു ഫാക്ടർ വേരിയിങ്ങും ബാക്കിയുള്ളത് ഫിക്സഡ് ആയിട്ടും വെച്ചിട്ടുള്ളതാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഈ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, അതല്ലെങ്കിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടായിരിക്കും. അതല്ല എന്നാണെങ്കിൽ ഇങ്ങനെ നെയിം ആയിരിക്കും പറയുന്നത്. അതായത് റിട്ടേൺസ് ടു സ്കെയിൽ പറയാം. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഓർക്ക് അത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്നുള്ളത്. ഇന്ന് നമുക്ക് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും അതേപോലെ തന്നെ ഒരു അനദർ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇത് രണ്ടും എന്താണെന്നുള്ളതാണ് നമുക്ക് ഈ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ദ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നതാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലോങ് റൺ പ്രൊഡക്ഷൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് ഷോർട്ട് റൺ. അത് അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഷോർട്ട് റണ്ണിൽ എന്താണ്, നമ്മൾ ഒരു ഫാക്ടർ വേരിയിങ് ആയിട്ട് വെക്കുകയാണ്. അപ്പോൾ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആണ്. ഇവിടെ എന്താണ്, എല്ലാം ലോങ് റണ്ണിൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാം വേരിയിങ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്യണില്ല. റിട്ടേൺസ് ടു സ്കെയിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇൻ ദ ലോങ് റണ്ണിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. ഒന്നും നമ്മൾ ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നില്ല. എല്ലാ ഫാക്ടേഴ്സും വേരിയിങ് ആയിട്ടാണ് ലോങ് റണ്ണിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വെൻ ഓൾ ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു, ടി പിയും 3 സ്റ്റേജസിലൂടെ പാസ് ഓൺ ചെയ്യാണ്. നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ കണ്ട പോലെ തന്നെ ടോട്ടൽ പ്രോഡക്റ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ പാസസ് ത്രൂ 3 സ്റ്റേജസ്. അതായത് S1 എല്ലാ ഫാക്ടേഴ്സും സെയിം പ്രൊപ്പോർഷനായിട്ട് ചേഞ്ച് ചെയ്യണം. മറ്റേടത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫാക്ടർ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ സെയിം പ്രൊപ്പോർഷനിലല്ല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, എല്ലാ ഫാക്ടേഴ്സും സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ലേബർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും എന്താണ്, സെയിം പ്രൊപ്പോർഷനിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ടി പി വിൽ പാസ് ത്രൂ 3 സ്റ്റേജസ്. ആ 3 സ്റ്റേജസ് എന്താണെന്നുള്ളത് നോക്കാം. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇതാണ് 3 സ്റ്റേജസ്, 3 സ്റ്റേജസ് ത്രൂ വിച്ച് ടി പി ടോട്ടൽ പ്രോഡക്റ്റ് പാസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്യാം. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, IRS എന്ന് പറയും. അതായത് ഇൻ ദിസ് സിറ്റുവേഷൻ നമ്മുടെ സിറ്റുവേഷൻ ഇൻ വിച്ച് പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു മോർ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അതായത് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് സംഭവിക്കുന്നതിൻ്റെ റിസൾട്ടായിട്ട് മോർ ദാൻ പ്രൊപ്പോർഷണൽ ഇൻക്രീസിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുവാണ്. ഓക്കെ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ഫാക്ടേഴ്സും ഇവിടെ വേരിയിങ് ആണ്. സോ ഈച്ച് ആൻഡ് എവറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ചസ് ഇൻ എ പ്രൊപ്പോർഷണൽ വേ. അപ്പോൾ ആ എത്ര പ്രൊപ്പോർഷണലിലാണോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, അതിനേക്കാൾ ഡബിൾ ആയിട്ട് അല്ലെങ്കിൽ മോർ ദാൻ പ്രൊപ്പോർഷണൽ ആയിട്ട് ഔട്ട്പുട്ടിൽ ചേഞ്ച് വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 20% ഇൻക്രീസ് ആണ് ഓൾ ഫാക്ടേഴ്സിലും ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു 30% ആയിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് ചേഞ്ച് ചെയ്തേക്കുന്നത് ജസ്റ്റ് 20% ആണ്. ബട്ട് ഔട്ട്കം വന്നേക്കണം അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയത് 30% ആണ് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്ഷൻ്റെ റിസൾട്ടായിട്ട് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് എക്സ്പാൻഷൻ്റെ റിസൾട്ടായിട്ട് വി ആർ ഗെറ്റിംഗ് ആൻ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ഇതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് മോർ ദാൻ പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു
സ്റ്റേജ്. അതാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. Now the next one is constant returns to scale. അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഈ ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്, ഒരു ഗിവൺ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലുള്ളെങ്കിൽ ആ ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ 20% ആണ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തെങ്കിൽ ഔട്ട്പുട്ടും അതേ തോതിൽ തന്നെ, അതായത് സെയിം പ്രൊപ്പോർഷനിൽ തന്നെയായിരിക്കും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നത്, സെയിം 20%. അപ്പോൾ അതിനെയാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് CRS എന്ന് പറയും. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എത്ര പെർസെൻറ്റേജിൽ ഇൻക്രീസ് ചെയ്യുന്നോ ആ സെയിം പ്രൊപ്പോർഷനിൽ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നത്. ദിസ് ഈസ് ടേംഡ് ആസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. Now the next one is diminishing returns to scale. Diminishing returns to scale എന്താണ്, നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ആദ്യം പറഞ്ഞ എന്താണ്, നമ്മൾ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പറഞ്ഞു, ദെൻ കോൺസ്റ്റന്റ് ആയിട്ട് പറഞ്ഞു. നൗ നെക്സ്റ്റ് എന്തായിരിക്കും, യെസ്, അതായത് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, അതായത് ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഇൻപുട്ട് കോസസ് എ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഇപ്പോൾ 20% ഇൻക്രീസ് ആണ് ഇൻപുട്ടിൽ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, ലെസ് ദാൻ 20%, അതായത് ഒരു 10% ഇൻക്രീസ് മാത്രമായിരിക്കും ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻക്രീസ് ആണ് ഔട്ട്പുട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിനെയാണ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ത്രീ സ്റ്റേജസ് ത്രൂ വിച്ച് TP passes, ടോട്ടൽ പ്രോഡക്റ്റ് പാസ് ചെയ്യുന്നത്. ഇൻ റിട്ടേൺസ് ടു സ്കെയിലിൽ TP പാസ് ചെയ്യുന്ന 3 സ്റ്റേജസ് ഇതാണ്: ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിങ് റിട്ടേണിൽ മോർ ദാൻ പ്രൊപ്പോർഷണൽ ഔട്ട്പുട്ട് ആണ് ഉണ്ടാകുന്നത്. കോൺസ്റ്റന്റ് റിട്ടേണിൽ ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് ഡിമിനിഷിങ് റിട്ടേണിൽ ലെസ് ദാൻ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് 3 സ്റ്റേജസ്. നമുക്കത് ഗ്രാഫിക്കലി നമ്മൾ പറയുവാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഈ ഒരു TP കർവ് മാത്രമാണ്. അതായത് ആദ്യം ഇൻക്രീസിങ് ആണ്, കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴേക്കും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ദെൻ എഗെയിൻ ഫാളിങ് അല്ലെങ്കിൽ ഡിമിനിഷിങ് എന്ന് പറയുമ്പോഴേക്കും എഗെയിൻ ഒരു ഇത് ഇൻവേർട്ടഡ് ബൗൾ ആ ഒരു ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു കർവ് നമുക്ക് ഡെപിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് the 3 stages of production shown based on the returns to scale. ഓക്കെ, അപ്പോൾ ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നുള്ളത്. അപ്പോൾ ഓർത്തിരിക്കാം, കൺഫ്യൂസ്ഡ് ആയി പോകരുത്. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും നേരെ മറിച്ച് എന്താണ് നമ്മളുടെ വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും. ഓക്കെ, ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഒക്കെ നമുക്ക് എസ് ആയിട്ട് വരാൻ വരാം. അപ്പോൾ എസ് ആയിട്ട് എഴുതുമ്പോഴേക്കും നമുക്ക് എന്താണ് റിലേഷൻഷിപ്പ് എഴുതാം, ഗ്രാഫ് വരയ്ക്കാം, ടാബ്ലോ റെപ്രസെൻറ്റേഷൻ നടത്താം. അപ്പം അങ്ങനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. അതല്ലാന്നാണെങ്കിൽ എക്സ്പ്ലെയിൻ ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ എന്താ പറയുക 2 types ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും SE ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ 2 types എന്ന് പറയുമ്പോഴേക്കും നമ്മൾ രണ്ടും ഇൻക്ലൂഡ് ചെയ്യണം, ലോങ് റൺ ആസ് വെൽ ആസ് ഷോർട്ട് റൺ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. ടൈം മാനേജ് ചെയ്തിട്ട് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്തിട്ട് നമുക്ക് രണ്ടും മെൻഷൻ ചെയ്യണം. അപ്പോൾ ഷോർട്ട് റണ്ണിൽ എന്താണ് വേരിയബിൾ പ്രൊപ്പോർഷനും ലോങ് റണ്ണിൽ റിട്ടേൺസ് ടു സ്കെയിലുമാണ്. റിട്ടേൺസ് ടു സ്കെയിലിൽ 3 സ്റ്റേജസ് ആണുള്ളത്. മറ്റേതിനകത്ത് നമുക്ക് 3 സ്റ്റേജസ് ആണ് ഉണ്ടായിരുന്നത്, ഇവിടെ 3 സ്റ്റേജസ് ആണ്. ബട്ട് ഇത് കുറച്ചും കൂടി സിംപ്ലർ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇതിനകത്ത് കുറച്ചും കൂടി സിംപ്ലർ ആസ്പെക്റ്റ് ആണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർലി എന്താണ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും എന്താണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് മെൻഷൻ ചെയ്യുക. It is a long run production function ആണ്. ആൻഡ് ഈ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഫാക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇറ്റ് ഈസ് വേരിയബിൾ ഇൻ നേച്ചർ ആൻഡ് വെൻ ഓൾ ഫാക്ടേഴ്സ് ചേഞ്ച് ഇൻ സെയിം പ്രൊപ്പോർഷൻ ഈ TP passes through 3 stages എന്ന് മെൻഷൻ ചെയ്യുക. ആൻഡ് 3 stages പറയാം. അത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിങ് റിട്ടേണിൽ ഫാക്ടർ പ്രൊപ്പോർഷനേക്കാളും മോർ ദാൻ പ്രൊപ്പോർഷണൽ ആയിട്ട്, അതായത് ഇൻപുട്ടിൻ്റെ പ്രൊപ്പോർഷനേക്കാൾ മോർ ദാൻ പ്രൊപ്പോർഷണൽ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. കോൺസ്റ്റന്റ് റിട്ടേണിൽ ഇൻപുട്ട് എത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ എത്ര പ്രൊപ്പോർഷൻ ആയിട്ടാണോ ഇൻപുട്ട് ഇൻവോൾവ് ചെയ്യുന്നത് അതേ പ്രൊപ്പോർഷനിൽ തന്നെയാണ് ഔട്ട്പുട്ട്, സെയിം.
So it is termed as constant. And the third one is diminishing. അത് നമ്മൾ പറയുന്നത് എന്താണ്, ഇൻപുട്ട് എത്ര പെർസെൻറ്റേജ് ആണോ അതിനേക്കാളും ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആണ് ഔട്ട്പുട്ട് വരുന്നത്. ഇതാണ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതേപോലെ തന്നെ വേറൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. രണ്ട് ഇക്കോണമിസ്റ്റ് ആണ് ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കോയിൻ ചെയ്തേക്കുന്നത്, CW കോപ്പ് ആൻഡ് പോൾ എച്ച് ഡഗ്ലസ്. ഇവര് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിനെ പറ്റി അമേരിക്കയിൽ 1929-30s ആ ഒരു പീരീഡിൽ 2030 പീരീഡിൽ അമേരിക്കയിൽ ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയുടെ ബേസ് ചെയ്തിട്ടാണ് ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ദ സ്റ്റഡീസ് ആണ് അവർ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താ പറയുക ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും പേരും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷന് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു തിയറിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു തിയറിയിലെ മെയിൻ ആയിട്ടുള്ള അസംഷൻസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ വൺ ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ആസ് യൂഷ്വൽ ആയിട്ട് പറയുന്നത് പോലെ തന്നെ ഇവിടെ 2 ഫാക്ടർ ഇൻപുട്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴേക്കും വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് ലാൻഡ് ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, അങ്ങനെ പല മെഷീൻസ് ഉണ്ട്, അങ്ങനെ പല ഫാക്ടർ ഇൻപുട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കോപ്പ് ആൻഡ് ഡഗ്ലസ് ഈസ് യൂസിങ് ഓൺലി 2 ഇൻപുട്ട് ഫാക്ടേഴ്സ്, അതായത് ലേബർ ആൻഡ് ക്യാപിറ്റൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് അവരുടെ സ്റ്റഡി കണ്ടക്ട് ചെയ്തേക്കുന്നത്. And the second assumption is elasticity of substitution is equal to 1. Okay, elasticity of substitution is equal to 1. And third one is homogeneous units of labor. Homogeneous units of labor ആണ് assume ചെയ്തേക്കുന്നത്. And third one is exhibit constant returns to scale. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള അസംഷൻ. നമ്മൾ തിയറിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് എലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, elasticity of substitution equal to 1, homogeneous units of labor, and 2 factor inputs, labor and capital. And now നമുക്ക് തിയറിയിലോട്ട് നോക്കാം. ഈ തിയറി എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് Q equal to x1 alpha, x1 raised to alpha into x2 raised to beta എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അതായത് ഇവിടെ Q എന്ന് പറയുന്നത് ഔട്ട്പുട്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്പുട്ടിനെയാണ് Q റെപ്രസെന്റ് ചെയ്യുന്നത്. x1 എന്ന് പറയുന്നത് ഫാക്ടർ 1, നമ്മൾ അസ്യൂം ചെയ്തായിരുന്നു 2 ഫാക്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫാക്ടർ 1 ആൻഡ് ഫാക്ടർ 2. അപ്പോൾ അതിനെയാണ് നമ്മൾ x1 ആൻഡ് x2 എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്തേക്കുന്നത്. ആൻഡ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ദ ഫോം പ്രൊഡ്യൂസ് ചെയ്യണത് എന്താണ്, ഒരു സെർട്ടൻ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഈ 2 ഫാക്ടേഴ്സും ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് x1 എമൗണ്ട് ഓഫ് ലേബർ, അല്ലെങ്കിൽ 2 ഫാക്ടർ എന്ന് പറയുന്നതാണ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഈ 2 ലേബർ ആൻഡ് ക്യാപിറ്റൽ വെച്ചിട്ട് അല്ലെങ്കിൽ 2 ഫാക്ടർ യൂണിറ്റ്സ് വെച്ചിട്ട് ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഗിവൺ എമൗണ്ട് ഓഫ് ഇൻപുട്ട്. അപ്പോൾ ആ ഒരു ഇതാണ് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെയാണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി റിഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് നമുക്ക് x1 എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞത്, ഫാക്ടർ ഇൻപുട്സ് ആണ്, അതായത് ഫാക്ടർ 1 ആൻഡ് ഫാക്ടർ 2. ഫാക്ടർ 1 എന്ന് പറയുന്നത് നമ്മൾ ലേബർ എന്ന് പറഞ്ഞു, ഫാക്ടർ 1 ലേബറും ഫാക്ടർ 2 ക്യാപിറ്റലും ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് x1 ആൻഡ് x2 നമുക്ക് L ആൻഡ് K എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. സോ ന്യൂ ഫോർമുല അല്ല, കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് Q ഈക്വൽ ടു A ഇൻറ്റു L റേസ് ടു ആൽഫ ഇൻറ്റു K റേസ് ടു ബീറ്റ. ഓക്കെ, ഇവിടെ Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്, A എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്, K എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ്, L ലേബർ എംപ്ലോയിഡ് ആണ്. ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, പോസിറ്റീവ് ഫ്രാക്ഷൻസ് ആണ്. ആൻഡ് ഇതാണ് എലാസ്റ്റിസിറ്റി കോഎഫിഷ്യന്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ട്സിന്റെ, അതായത് ലേബർ ആൻഡ് ക്യാപിറ്റൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഇൻപുട്ട് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ടിന്റെ എലാസ്റ്റിസിറ്റി കോഎഫിഷ്യൻസ് ആണ് ആൽഫ ആൻഡ് ബീറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബീറ്റ എന്ന് പറയുന്നത്, അതായത് ഈ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ബീറ്റയുടെ വാല്യൂ നമുക്ക് 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് ബീറ്റ നമുക്ക് 1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും എഴുതാം. ബീറ്റ എഴുതാണ്ട് A ഇൻറ്റു L റേസ് ടു ആൽഫ ഇൻറ്റു K റേസ് ടു
1 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ഓൾസോ റൈറ്റ്. ഓക്കെ, നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടില്ല എന്താണ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ഫർദർ ഒരു ഹയർ സ്റ്റഡീസിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കുറേ മാത്തമാറ്റിക്കൽ ഡെറിവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു ഇക്വേഷൻ റിലേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വൺ ഓഫ് ദി ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. Q ഈക്വൽ ടു x1 റേസ് ടു ആൽഫ ഇൻറ്റു x2 റേസ് ടു ബീറ്റ, അതല്ലെങ്കിൽ Q ഈക്വൽ ടു A ഇൻറ്റു L റേസ് ടു ആൽഫ ഇൻറ്റു K റേസ് ടു ബീറ്റ. ഐദർ എനി ഓഫ് ദി ഇക്വേഷൻ നിങ്ങൾ കമ്പൽസറി ആയിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, നൗ ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മോഡൽ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ടും പ്രൊഡക്ഷൻ ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതായത് ലേബറും ക്യാപിറ്റലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഇൻപുട്സിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ആവുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് ഈ കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു ലീനിയർ ഹോമോജീനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ബാക്കിയുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വ്യത്യാസപ്പെട്ടിരിക്കാനുള്ള അല്ലെങ്കിൽ യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്, ലീനിയർ ഹോമോജീനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ലീനിയർ ഹോമോജീനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when factors are increased by t times, അതായത് നമ്മൾ ഫാക്ടർ ഇൻപുട്സ് ഒരു certain percentage ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ഓൾസോ ഇൻക്രീസ് ബൈ t times. അതായത് സെയിം പ്രൊപ്പോർഷണൽ ഹോമോജീനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ എത്ര തോതിലാണ് ഫാക്ടർ ഇൻക്രീസ് ചെയ്തേക്കുന്നത് അതേ തോതിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ടും കിട്ടും. അപ്പോൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. which states that if factors are increased by t times then output will also be increased by t times. ഇതാണ് ലീനിയർ ഹോമോജീനസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിനും ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിലും 3 സ്റ്റേജസ് ആണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. 3 സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇക്വേഷനിൽ ആൽഫ ആൻഡ് ബീറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ 3 സ്റ്റേജസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് നമുക്ക് കിട്ടുന്നത്. വെൻ ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്, ലെസ് ദാൻ 1 ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിമിനിഷിങ് റിട്ടേൺ ആണ്. അപ്പോൾ ഈക്വൽ ടു 1 ആണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ടി ടൈംസ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഫാക്ടേഴ്സ് ടി ടൈംസ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി ഇൻക്രീസ് ബൈ ടി ടൈംസ്. ഇതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 3 സ്റ്റേജസ് ഓഫ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് എന്താണ് കോപ്പ് ഡഗ്ലസ് നിങ്ങളുടെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴേക്കും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് വരുമ്പോഴേക്കും ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. ബട്ട് എസ് ഓഫ് നൗ നിങ്ങൾക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക CW കോപ്പ് ആൻഡ് ഡഗ്ലസ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന അമേരിക്കയിൽ നടത്തിയ സ്റ്റഡീസിൻ്റെ ബേസ് ചെയ്തിട്ട് ഫോർമുലേറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് which shows the relationship between production output and production input. ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇത് ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇതിന് 3 സ്റ്റേജസ് ഉണ്ട്. ആൻഡ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ ഇക്വേഷനിലെ ആൽഫ പ്ലസ് ബീറ്റയുടെ ബേസ് ചെയ്തിട്ടാണ്. When it is equal to 1, constant returns to scale, greater than 1, increasing returns to scale, and less than 1 ആകുമ്പോഴേക്കും diminishing returns to scale. ഇങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ആസ് ഓഫ് നൗ നമുക്ക് പ്രൊഡക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്തു. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് കോസ്റ്റ്, നമ്മുടെ 3rd ചാപ്റ്ററിൽ തന്നെ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.